പ്രത്യേക സമയവും കോണളവും. സമയം മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലെ കോണളവ്. നമുക്ക് സാധാരണ പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യമാണ് ക്ലോക്കിലെ സമയം തരും. നമുക്ക് ക്ലോക്കിലെ സമയം തന്നിട്ട് മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലെ കോണളവ് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു കണക്ക് വരുമ്പോൾ ഒരു പ്രത്യേക സമയമാണെങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ട്. അതായത് 1 മണി 2 മണി 3 മണി 4 മണി 5 മണി 6 മണി അങ്ങനെ മണിക്കൂർ മാത്രം വരിക, മിനിറ്റ് ഉണ്ടാവില്ല. മണിക്കൂർ മാത്രം വരിക, മിനിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, 6 മണി വരെയുള്ള സമയമാണെങ്കിൽ 6 മണി വരെ തന്ന മണിക്കൂറിനെ 30 കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് 1 മണിയാണെങ്കിൽ 1 × 30 30 ഡിഗ്രി, 2 മണിയാണെങ്കിൽ 2 × 30 60 ഡിഗ്രി, 3 മണിയാണെങ്കിൽ 3 × 30 100 ഡിഗ്രി, 4 മണിയാണെങ്കിൽ 4 × 30 120 ഡിഗ്രി, 5 മണിയാണെങ്കിൽ 5 × 30 150, 6 മണിയാണെങ്കിൽ 6 × 30 180. അങ്ങനെ 6 മണി വരെ നമുക്ക് ആ മണിക്കൂറിനെ 30 കൊണ്ട് ഗുണിച്ചെഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും, മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലെ കോണളവ് കിട്ടും. 6 മണിക്കൂറിന് മീതെ വരുമ്പോൾ ആ തന്ന മണിക്കൂറിന് 12 തന്ന മണിക്കൂർ കുറയ്ക്കണം. 6 മണിക്കൂറിന് മീതെ വരുമ്പോൾ 12 ഈ തന്ന മണിക്കൂർ കുറയ്ക്കുക, എന്നിട്ട് 30 കൊണ്ട് ഗുണിക്കുക. ഇപ്പോൾ 7 മണി നമ്മൾ എന്ത് ചെയ്യുക, 12 7 കുറയ്ക്കുക, അപ്പോൾ 5 വരും, × 30 150. 8 മണി 12 8 കുറയ്ക്കുക, അപ്പോൾ 4 വരും, × 30 120. 9 മണി 12 9 കുറയ്ക്കുക, അപ്പോൾ 3 × 30 90 ഡിഗ്രി. 10 മണി 12 10 കുറയ്ക്കുക, അപ്പോൾ 2 × 30 60 ഡിഗ്രി. 11 മണി 12 11 കുറയ്ക്കുക, അപ്പോൾ 1 വരും, 1 × 30 30 ഡിഗ്രി. 12 മണി 12 12 കുറച്ചാൽ 0 വരും, 0 × 30 0. അതായത് 12 മണിക്ക് കോണളവ് എത്രയായിരിക്കും, 0 ഡിഗ്രി.